വന്യജീവി വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ, റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ. രാജൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ആദ്യ സന്ദർശകർ. തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു. ടിക്കറ്റ് എടുത്ത് KSRTC ബസ്സിലാണ് മന്ത്രിമാർ പാർക്ക് ചുറ്റിക്കണ്ടത്. രാവിലെ 9 മണി മുതൽ 5 മണി വരെ പ്രവേശനമുണ്ട്. തിങ്കളാഴ്ച ദിവസം മാത്രമാണ് മുടക്കെടുക്കുന്നത്. 2 തരത്തിൽ യാത്ര ചെയ്യാം. വാഹനങ്ങളിലും പോകാം, അതുപോലെ തന്നെ നടന്നും പോകാം. കുറച്ചു ദൂരം നടക്കലും കുറച്ചു ദൂരം വാഹനവുമായിരിക്കും ഏറ്റവും നല്ലത്. ഉച്ചക്കലത്തെ വെയിലൊക്കെ ഉള്ളപ്പോൾ വാഹനങ്ങൾ കൂടി ഉപയോഗിക്കാം. ഒരു ഫുഡ് കിയോസ്കും 4 അനുബന്ധമായിട്ടുള്ള ഫുഡ് സെന്ററുകളും ഇതിനകത്തുണ്ട്. വെള്ളം കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. 2 ഇലക്ട്രിക്കൽ ബസ്സുകൾ എപ്പോഴും ഓടും. ആളുകൾക്ക് അതിൽ കയറിയും ഇറങ്ങിയും ഒക്കെ മുന്നോട്ട് പോകാം. സുവോളജിക്കൽ പാർക്ക് എന്ന 30 വർഷക്കാലത്തെ നമ്മുടെ ഒരു അനുഭവത്തിന്റെ നേർസാക്ഷ്യം അനുഭവമായി ഇവിടെ തുടങ്ങുകയാണ്. പ്രകൃതിയോടൊപ്പം നടക്കാനും വന്യജീവികളുടെ ലോകം അടുത്തറിഞ്ഞ് അനുഭവിക്കാനും പുതുവൈഭവത്തോടെ സജ്ജമാക്കിയതാണ് സുവോളജിക്കൽ പാർക്ക്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയായിരിക്കും പ്രവേശന സമയം. മറ്റ് മൃഗശാലകളിലെ പോലെ തന്നെ തിങ്കളാഴ്ചകളിൽ സുവോളജിക്കൽ പാർക്കിനും അവധിയായിരിക്കും. മുതിർന്നവർക്ക് 100 രൂപയും 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 30 രൂപയും മുതിർന്ന പൗരന്മാർക്ക് 50 രൂപയും ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് പ്രവേശനം സൗജന്യവുമായിരിക്കും. ഹെഡ് മാസ്റ്ററുടെയോ പ്രിൻസിപ്പലിന്റെയോ അനുമതിയോടെ സ്കൂൾ യൂണിഫോമിൽ ഗ്രൂപ്പായി വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇളവുകളോടെയുള്ള പാക്കേജുകൾ ഒരുക്കിയിട്ടുണ്ട്. കിൻഡർ ഗാർഡൻ, LKG, UKG തുടങ്ങി 4ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കും. സുവോളജിക്കൽ പാർക്കിനകത്തെ യാത്രയ്ക്കായി KSRTCയുടെ 2 ഇലക്ട്രിക് ബസ്സുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. നോൺ AC ബസ്സുകളിൽ മുതിർന്നവർക്ക് 50 രൂപയും 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 25 രൂപയുമായിരിക്കും ടിക്കറ്റ് നിരക്ക്. മീഡിയ ടൈം, തൃശൂർ.